സംസ്ഥാനത്തെ ട്രോളിംഗ് നിരോധനം അവസാനിക്കുന്നു. നീണ്ട 52 ദിവസത്തെ നിരോധന കാലത്തിന് ശേഷം ബോട്ടുകൾ കടലിലേക്ക് ഇറങ്ങുകയാണ്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ട്രോളിംഗ് നിരോധന കാലയളവിൽ കടലിൽ പോകുന്നതിന് തടസ്സമില്ലെങ്കിലും മത്സ്യത്തിന്റെ ലഭ്യതയിൽ ഇത്തവണ വലിയ കുറവാണ് രേഖപ്പെടുത്തിയത്. ഇത് മീനിന്റെ വില ഗണ്യമായി വർദ്ധിക്കാനും കാരണമായി. ട്രോളിംഗ് നിരോധനം അവസാനിക്കുന്നതോടെ ആവശ്യാനുസൃതം മത്സ്യം ലഭിക്കുകയും നിലവിലെ വില കുറയുകയും ചെയ്യുമെന്ന പ്രതീക്ഷയാണ് പൊതുവിലുള്ളത്. സംസ്ഥാനത്തെ ട്രോളിംഗ് നിരോധനം അവസാനിക്കുകയാണ്. നീണ്ട 52 ദിവസത്തെ വറുതിക്കാലത്തിന് ശേഷമാണ് ബോട്ടുകൾ ഇനി കടലിലേക്ക് ഇറങ്ങുന്നത്. പുതുതായി പെയിന്റ് അടിച്ചും അറ്റകുറ്റപ്പണി നടത്തിയുമാണ് ബോട്ടുകൾ ട്രോളിംഗ് നിരോധനത്തിന് ശേഷം കടലിലേക്ക് ഇറങ്ങാൻ തയ്യാറെടുത്തിരിക്കുന്നത്. 3500-ലധികം യന്ത്രവൽകൃത ബോട്ടുകളാണ് ട്രോളിംഗ് നിരോധനത്തിന് ശേഷം അർദ്ധരാത്രിയോടെ കടലിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ട്രോളിംഗ് നിരോധന കാലയളവിൽ കടലിൽ പോകുന്നതിന് തടസ്സമുണ്ടായിരുന്നില്ലെങ്കിലും മത്സ്യത്തിന്റെ ലഭ്യതയിൽ ഇത്തവണ വലിയ കുറവ് അനുഭവപ്പെട്ടത് ആ മേഖലയിലുള്ള തൊഴിലാളികൾക്ക് പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. പുറം വിപണിയിൽ ഇക്കാര്യം കൊണ്ട് തന്നെ മത്സ്യവില ഗണ്യമായി വർദ്ധിക്കുന്നതിനും ഇടയൊരുക്കി. ട്രോളിംഗ് നിരോധനം അവസാനിക്കുന്നതോടെ ആവശ്യാനുസൃതം മത്സ്യം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് മത്സ്യത്തൊഴിലാളികൾ. അതേസമയം കനത്ത മഴയും ഉയർന്ന തിരമാലയും കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുകളും തൊഴിലാളികളിൽ ആശങ്കയുയർത്തുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ തീരത്ത് ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. CDNet ന്യൂസ്, ഓച്ചിറ.